ആലപ്പുഴ എറണാകുളം തീരദേശ റോഡിലൂടെ നമ്മൾ നടന്ന് ഇപ്പം ഞങ്ങൾ അർത്തിങ്കപ്പള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെ 7 മണിയോടുകൂടി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ചെത്തി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ചെത്തി പള്ളിയുടെ മുൻപിൽ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പിള്ളേരുണ്ട്. അവന്മാർക്ക് ഇന്ന് മറ്റേ ശനിയാഴ്ചയല്ലേ, എല്ലാവരും കൂടെ കളിച്ച് കുഴഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പം സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ശനിയാഴ്ചയുടെ ഒരു ഫുട്ബോളുമായിട്ട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം റിലാക്സ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മളൊന്ന് വന്നിങ്ങനെ പള്ളിയുടെ മുറ്റത്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സ്, ഇപ്പോൾ ഈ ടൂറിസ്റ്റുകൾ നമ്മളുടെ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സൊക്കെ കാണാൻ വരുന്നവർ ഈ ആലപ്പുഴ മാരാരിക്കുളം തീരദേശ റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കണം. കാരണം കാണാൻ ഒരു പ്രത്യേക വൈബാണ്. വീടുകളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെയുള്ള വീടുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം സ്ഥലങ്ങളുള്ള വീടുകളാണ്. പിന്നെ ഒരു പ്രത്യേക വൈബാണ്. പള്ളികൾ, ഒരുപാട് പഴമയുള്ള പള്ളികളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആലപ്പുഴയിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ നല്ലത് തീരദേശ റോഡിലൂടെ സഞ്ചരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും തീരദേശ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. കൊച്ചി വരെ നമുക്ക് ഒരു പ്രത്യേക അനുഭവമാണ്, നല്ല കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ആലപ്പുഴയിൽ നടന്ന് ഇവിടം വരെ എത്തി. അപ്പോൾ ഇപ്പോൾ ചൂടുണ്ട്. രാവിലെ 7 മണി മുതൽ ഒരു 10 മണി വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചൂടുണ്ട്. ഇപ്പോൾ 12 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ കയറി ഒന്ന് റിലാക്സ് ചെയ്തൊരു വെള്ളമൊക്കെ കുടിച്ചിട്ടൊന്ന് ഇരിക്കാമെന്ന് കരുതിയപ്പോൾ ഇവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ഇട്ടേക്കും. അപ്പോൾ നടക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അർത്തിങ്കപ്പള്ളി ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ.